ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. ഇന്ന് കാണുന്നത് ദ സൂപ്പർ ക്യൂബ് എന്ന അനിമയുടെ സീസൺ 1 എപ്പിസോഡ് ആണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തില്ലേ എന്തായാലും ഇപ്പോൾ ഇതിനൊരു ലൈക്ക് കൂടി ചെയ്യുക. എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ കാണുന്നത് വാങ്ങി ഒരു വാതിൽ തുറക്കാൻ നോക്കി, പക്ഷെ അവനെ കൊണ്ട് പറ്റില്ല. അത് അടിച്ചങ്ങ് പൊളിക്കുകയാണ്. അവൻ കയറി വന്നതും അവിടെ ആരും തന്നെ കാണാനില്ല. നീ എന്നോട് എനിമീസിനെ കണ്ടു എന്നല്ലേ പറഞ്ഞത് എന്ന് ക്യൂബിനോട് ചോദിക്കുകയാണ്. അത് ശരിയാണ്, പക്ഷേ അതിൽ പെട്ടെന്ന് ഒരാളെ കാണാതായി എന്ന് ക്യൂബ് പറയാണ്. എന്ത് കാണാതായെന്നോ എന്ന് വാങ്ങും തിരിച്ചു ചോദിക്കുകയാണ്. വാങ്ങി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മുകളിൽ ഒരുത്തൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ പറയാണ്, ഞാൻ മാത്രമാണ് നിൻ്റെ ആകെയുള്ളൊരു എതിരാളിന്ന്. ക്യൂബറാണ് മാസ്റ്റർ, അവൻ്റെ കോമ്പാക്ട് വേർ ആണെന്ന് പറയാണ്. അത് കണ്ട് അവൻ നെട്ടാണ്. ക്യൂബ്, നിനക്ക് ഉറപ്പാണോ? നിനക്ക് തെറ്റിയതൊന്നല്ലോ എന്ന് വാങ്ങ് തിരിച്ചു ചോദിക്കുകയാണ്. ഒരിക്കലുമില്ല, എനിക്ക് തെറ്റിയതല്ല. പപ്പൻ്റെ ഉള്ളിൽ ഇൻ്റർമീഡിയറ്റ് ജെംസ് ഉള്ളിലുണ്ടെന്ന് പറയാണ്. അവിടെ നിൽക്കുന്നവൻ്റെ പേരാണ് ഷാൻ. അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് വാങ്ങിനെ അറ്റാക്ക് ചെയ്യാണ്. അത് നല്ലപോലെ വാങ്ങിനെ കൊള്ളുന്നുണ്ട്. ഇവനെന്ത് പവേഴ്സ് ആണെന്നൊക്കെ ചിന്തിച്ചാകെ ടെൻഷനായി നിൽക്കുകയാണ് വാങ്. അവൻ്റെ അടുത്ത് എന്തോ സ്പെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അവൻ്റെ കയ്യിൽ യൂസ് ചെയ്യാണ്. വാങ് കുറേ അധികം കുപ്പിയും കാര്യങ്ങളൊക്കെ ആകുന്നിടയിലും അവന് ആ സ്പെല്ല് ഉപയോഗിച്ച് അതൊക്കെ അങ്ങ് അടിച്ച് പൊളിക്കുകയാണ്. വാങ് വീണ്ടും വരുന്നു, വീണ്ടും മേടിക്കുകയാണ്. അങ്ങനെ വാങ് നല്ലപോലെ തന്നെ അടി വാങ്ങുകയാണ്. വാങ്ങിന് അവൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്താണ്. ഷാന് അടിയുടെ ഇടയിൽ പറയാണ്, നീ എന്നെ സർപ്രൈസ് ചെയ്തു, നീ എൻ്റെ കൂടെ നല്ലപോലെ പിടിച്ചു നിൽക്കണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവസാനം ഷാന് അവൻ്റെ ഒരു സ്പെല്ല് യൂസ് ചെയ്ത് വാങ്ങിനെ ലോക്ക് ചെയ്യാണ്. അങ്ങനെ പിന്നീട് ആ സ്പെല്ല് ഉപയോഗിച്ച് വാങ്ങി നല്ലപോലെ അറ്റാക്ക് ചെയ്യാണ്. അതുപോലെ അവൻ്റെ അടുത്തുള്ള കുറേ അധികം ഒരു റെഡ് കളറിൽ എന്തോ പവർക്ക് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവൻ്റെ പപ്പറ്റായിരുന്നത്, ആ പപ്പറ്റ് നല്ലപോലെ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പപ്പറ്റിന് എന്തൊക്കെയോ എക്സ്ട്രീം പവർഫുള്ളല്ലേ എന്തൊക്കെയോ പവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വാങ്ങ് അതിനിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവസാനം വാങ്ങിന് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ആ ഷാന് അവനെ പോയി ഇടിക്കുകയാണ്. ആ ടൈമിന് വാങ്ങിൻ്റെ വായന്ന് കുറേയധികം ചോരയും കാര്യങ്ങളൊക്കെ തുപ്പാണ്. അതുപോലെ തന്നെ വാങ് അവൻ്റെ, അതായത് ഷാനിൻ്റെ മുടിയിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ലപോലെ വേദനിക്കുന്നുണ്ട്. എനിക്ക് നല്ലപോലെ വേദനിക്കുന്നുണ്ട്, നീ മര്യാദയ്ക്ക് വിട്ടോ എന്ന് ചോദിക്കുകയാണ്. വാങ് ഇപ്പോൾ ആകെ ഒരു വിയേർഡ് ലുക്കിൽ നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ എത്ര അടിച്ചിട്ടും ഒന്നും പറ്റുന്നില്ല. അവസാനം വാങ്ങ് ഒരൊറ്റ ഇടി കൊടുക്കുകയാണ്. അങ്ങനെ ഷാന് തെറിച്ച് പോവുകയാണ്. അതുപോലെ ഷാനിൻ്റെ മുടി വാങ്ങിൻ്റെ കയ്യിൽ കിട്ടുകയാണ്. ഈ ഹെയർ വെച്ചിട്ടാണ് ആ പപ്പൻ്റെ അവൻ കൺട്രോൾ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. വാങ്ങ് ചിന്തിക്കുകയാണ്, ഇവനൊരു സാധാരണ മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. ഷാന് ഇപ്പോഴും മരിച്ചിട്ടില്ലായിരുന്നു. അവനവിടെ നിന്ന് എണീക്കുകയാണ്. എന്ത്, നീ എങ്ങനെയാണ് ഇപ്പോഴും എണീച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ച് ടെൻഷനാവാണ് വാങ്ങ്. അവൻ്റെ അടുത്തുണ്ടായിരുന്ന ആ സ്പെല്ലിനെ അവനങ്ങ് കളയാണ്. നീ വിചാരിക്കുന്നുണ്ടോ എൻ്റെ ഡിഫെൻസീവ് തലിസ്മാൻ ഒറ്റയടിക്ക് തീരുന്ന്? അവൻ്റെ ഹെയറിൻ്റെ കളറൊക്കെ മാറി വൈറ്റ് ആവണത് പോലെ അവൻ്റെ മേത്ത് കുറേ അധികം സ്പെൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അവനൊരു ഡെവിളായി മാറാണ്, അതായത് കുറേ അധികം ഈവിൾ പവേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുകയാണ്. ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞ് വാങ്ങിനെടുത്ത് അലക്കാണ്. അങ്ങനെ ഷാന് അവൻ നല്ലപോലെ തന്നെ അടിക്കാണ്. അവൻ്റെ മേത്ത് നേരത്തെ വെച്ച സ്പെൽസൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ അറ്റാക്ക് ചെയ്യാണ്. അവൻ്റെ പപ്പനെയും കൂടി യൂസ് ചെയ്ത് നല്ലപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വാങ് ഇവിടുന്ന് എന്ത് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അവന് ഒന്നും, അതായത് ഒരു ചാൻസും ഇല്ല രക്ഷപ്പെടാൻ. അവൻ എങ്ങനെയൊക്കെ അവിടുന്ന് മാറി മാറി രക്ഷപ്പെടുകയാണ്. അവസാനം വാങ്ങിനെ ഷാനങ്ങ് അടിച്ച് തോൽപ്പിക്കുകയാണ്. അതുപോലെ അവൻ അറിയാതെ കുറേയധികം സ്പെൽസും കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിൽ വെച്ചിരുന്നു, അതും 3.5 മില്യൺ ടൺ വെയിറ്റ് ഉള്ളത്. അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടാവുകയാണ്. മിസ്റ്റർ ലൂ ഇതൊക്കെ കാണുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ യാവോയും ഇതൊക്കെ കാണുന്നുണ്ട്. യാവോ ഇതൊക്കെ കണ്ട് ആകെ ടെൻഷനായി നിൽക്കുകയാണ്. ഇത്ര വലിയ എക്സ്പ്ലോഷനും അതുപോലെ ഇത്ര ചൂടുണ്ടായിട്ട് പോലും വാങ് അവിടെ സർവൈവ് ചെയ്യാണ്. അവനൊന്നും പറ്റിയിട്ടില്ല. ഷാൻ ഇതൊക്കെ ഉണ്ടാകെ ടെൻഷനാവാണ്. നീ എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. നീ എന്താ സർപ്രൈസ് ആയി പോയോ എന്ന് ചോദിക്കുകയാണ് വാങ്. ഇതാണ് ലോക്കൽ ഫാർമേഴ്സിൻ്റെ ഷോവലിൻ്റെ പവർ എന്ന് മാസമായിട്ട് പറയാണ്. നിന്നെ കൊല്ലാൻ ഇനി പപ്പറ്റ് മതി എന്ന് പറഞ്ഞ് പപ്പനെ വിടാണ്. ആ ടൈമിന് ക്യൂബിൻ്റെ പവേഴ്സും അതുപോലെ ഷോവലും വെച്ച് ആ പപ്പനെ അങ്ങ് തടയാണ് വാങ്. പപ്പറ്റ് തെറിച്ചങ്ങ് പോവാണ്. അവനെങ്ങനെയാണ് ഡിസ്റ്റൻസ് ഷ്രിങ്കേജ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുകയാണ് ഷാന്. നീ എൻ്റെ ട്രംപ് കാർഡ് യൂസ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണ് വാങ്. അവൻ ആ പപ്പറ്റിൻ്റെ ആ വള്ളി, അതായത്
ഷാൻ പപ്പൻ്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ സംഭവം പിടിക്കുകയാണ്. സോ വാങ് പറയാണ്, നീ മറന്നോ ഞാൻ $3.5 മില്യൺ വില വരുന്ന ഒരാളാണെന്ന്. സോ വാങ് അവനിട്ടങ്ങ് അലക്കുകയാണ്, അതായത് നല്ലപോലെ തന്നെ അടിക്കുകയാണ്. സോ അങ്ങനെ അവസാനം ഷാൻ നല്ല അടി വാങ്ങിയിട്ട് അവിടെ കിടക്കുകയാണ്. സോ ഷാനിൻ്റെ കാറ്റങ്ങനെ പോയിരിക്കുകയാണ്. സോ വാങ്ങാണെങ്കിൽ ആകെ തളർന്ന് അവിടെ വീഴാണ്. സോ എന്തൊക്കെയായിരുന്നാലും അവന് യാവോനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അവൻ നേരെ മുന്നിലുള്ള വാതിൽ അതിലൂടെ പോകാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അവിടുന്ന് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് മിസ്റ്റർ ലൂൻ്റെ അങ്കിള് അങ്ങോട്ട് കടന്നവരാണ്. സോ അയാളോട് പറയാണ്, യങ് മാസ്റ്റർ നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ അവൻ പറയാണ്, എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഞാൻ എൻ്റെ മൂന്നാമത്തെ മകൻ വളരെ ട്രാജിക്കായാണ് മരണപ്പെട്ടതെന്നുള്ളത് ഫാമിലിക്ക് ഒരു മോശക്കേടാണെന്നുള്ളതാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, കാരണം എൻ്റെ അടുത്തൊരു ട്രംപ് കാർഡുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ ഗ്ലൗസ് ഊരിയിട്ട് കാണിക്കുകയാണ്. സോ അവൻ്റെ 2 വിരൽ അവിടെ മിസ്സായതുകൊണ്ട് തന്നെ അവിടെ വേറൊരു സംഭവം വെച്ചിരിക്കുകയാണ്. സോ അത് വളരെ എഫക്റ്റീവും പവർഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. സോ ഇപ്പോഴും ഷാൻ തീർന്നിട്ടില്ല. അതുപോലെ അവൻ്റെ പപ്പറ്റ് അവന് വീണ്ടും എനർജി കൊടുക്കുകയാണ്. അതായത് അവൻ്റെ ആ ഡിഫൻസ് തലിസ്മാൻ ഇപ്പോഴും കേടുവന്നിട്ടില്ലായിരുന്നു. സോ അവൻ വീണ്ടും ജീവനോടെ തിരിച്ചു വരികയാണ്. സോ അവർ വീണ്ടും അവരുടെ പരിപാടി തുടരുകയാണ്. അതായത് ഷാന് വാങ്ങിനെ നല്ലപോലെ അറ്റാക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ വാങ് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു ടൈമിന് വാങ് നിലത്തേക്ക് വീഴാണ്. അതുപോലെ നല്ലപോലെ അടിയും വാങ്ങുന്നുണ്ട്. സോ അവൻ കുറേ അധികം സ്പെൽസ് യൂസ് ചെയ്ത് വാങ്ങിനെ നല്ലപോലെ അടിക്കുകയാണ്. സോ വാങ് അവസാനം അവൻ്റെ ഷോയിലെടുത്ത് എങ്ങനെയൊക്കെയാവുന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ വീണ്ടും വാങ്ങിനെ അവൻ അറ്റാക്ക് ചെയ്യാൻ വന്നതും അവിടെ എക്സ്പ്ലോഷനായി വാങ് അവിടെ വീഴുകയാണ്. സോ വാങ് അവൻ മരണത്തോട് അടുക്കുകയാണെന്ന് വിചാരിച്ച് ആ സമയത്ത് യാവോനൊക്കെ ചിന്തിക്കുകയാണ്. സോ അവന് യാവോക്ക് കൈ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും വീണ്ടും കൈ കൊടുക്കുകയാണ്. സോ ആ ടൈമിന് വാങ് നല്ലപോലെ പവർഫുള്ളായിട്ട് വീണ്ടും തിരിച്ച് അടിക്കുകയാണ് ഷാനിനെ. സോ അവിടെ വെച്ച് ഷാനിൻ്റെ പണി ഇങ്ങ് തീരുകയാണ്. അതുപോലെ തന്നെ വാങ് നല്ലപോലെ തളർന്ന് നേരെ സൂപ്പർ ക്യൂബിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. സോ സൂപ്പർ ക്യൂബ് അവന് കുറച്ച് എനർജി കൊടുത്ത് തിരിച്ചു കൊണ്ടുവരാണ്. സോ അവിടെ എത്തിയതും അവന് അവിടെ എന്തോ മഴ പെയ്യുന്ന പോലെ തോന്നുകയാണ്. സോ അവൻ യാവോ യാവോ എന്ന് വിളിച്ച് അവനെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ടെൻഷനായി എണീക്കുകയാണ്. യാവോ ഞാൻ നിന്നെ എന്തായാലും സേവ് ചെയ്യും എന്ന് പറഞ്ഞ് അവൻ പോവുകയാണ്. സോ അവനുള്ളിലേക്ക് കയറുന്ന സമയത്ത് ഷെൻയാവോ എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ ആരും ഇല്ലായിരുന്നു. സോ അവൻ ഹുവാങ്ങിനെ കണ്ടാണ്, ഹുവാങ് നീ എന്താണ് ഇവിടെ, എവിടെയാണ് യാവോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടാണ്. പ്ലീസ് എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞ് അവൻ കരയാണ്. സോ വാങ് പറയാണ്, അവൾ അവിടെ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തേക്ക്. വാങ് പോയി നോക്കുമ്പോൾ അവിടെ യാവോ ഉണ്ട്. സോ അവനതൊക്കെ അടിച്ച് പൊളിക്കുകയാണ്. എന്നിട്ട് ഓടിപ്പോയി യാവോൻ്റെ ആ കെട്ടൊക്കെ അഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവൾ പറയാണ്, സോ യാവോ പറയാണ്, ഞാൻ ഇവിടുന്ന് എണീച്ചാൽ അവിടെ ബോംബ് പൊട്ടിത്തെറിക്കും. സോ നീ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഓടിപ്പോ എന്ന് പറയാണ്. സോ വാങ് പറയാണ്, ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോവില്ല, ഞാൻ നിനക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പറയാണ്. സോ അവിടെ ബോംബിൻ്റെ ടൈമർ ഇപ്പോൾ പൊട്ടിത്തെറിക്കാനായിട്ടുണ്ട്. സോ ആ സമയത്ത് ക്യൂബ് പറയാണ്, മഞ്ഞയും നീലും പച്ചയും ചുവപ്പും വയറുകൾ കട്ട് ചെയ്യാൻ. സോ അവനത് കട്ട് ചെയ്തതും ആ ബോംബ് ഡിഫ്യൂസ് ആവാണ്. സോ അവൻ നേരത് ക്യൂബിനുള്ളിലേക്ക് ഇടുകയാണ്. അങ്ങനെ യാവോ അവനെ കെട്ടിപ്പിടിച്ച് കരയാണ്. നീ ഇപ്പോൾ സേഫാണ് എന്ന് വാങ് തിരിച്ചു പറയാണ്. സോ ആ സമയത്ത് ക്യൂബിനുള്ളിൽ വെച്ച് ആ ബോംബ് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്, അതായത് അവൻ്റെ ഉള്ളിൽ വെച്ച്. സോ അവൻ അവിടെ അങ്ങ് തളർന്ന് വീഴാണ്. സോ യാവോ വാങ് എന്ന് കുറേ അധികം വിളിക്കുന്നുണ്ടെങ്കിലും ഒരു റെസ്പോൺസും ഇല്ല. സോ ലൂ വന്നിട്ട് നിങ്ങളെന്താ കളിക്കുകയാണെന്ന് ചോദിച്ച് തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തുകയാണ്. സോ ആ സമയത്ത് ലൂവിൻ്റെ അങ്കിൾ വന്നിട്ട് പറയാണ്, യങ് മാസ്റ്റർ ഇത് ഡേഞ്ചറാണ്, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ലീവ് ചെയ്യണം, അല്ലെങ്കിൽ ഷിയോങ് നമ്മളെ വെറുതെ വെക്കില്ല എന്ന്. സോ യാവോ അവിടെ കടന്ന് കരയാണ്. കാരണം ഇത്രയും നേരം അവളെ സംരക്ഷിക്കാമെന്ന് വാങ് ഇപ്പോൾ അവിടെ തളർന്ന് വീണിരിക്കുകയാണ്. സോ വാങ് മെല്ലെ എണീച്ചിട്ട് പറയാണ്, ഞാൻ നിന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന്. സോ ആ സമയത്ത് ഷിയോങ് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ യാവോനെ എടുത്ത് പോവുകയാണ്. സോ വാങ് വിളിച്ച് പറയുന്നുണ്ട്, അവളെ കൊണ്ടുപോകല്ലേ, ഞാൻ എന്തായാലും അവളെ പ്രൊട്ടക്ട് ചെയ്യും എന്നൊക്കെ. സോ ആ സമയത്ത് ഷിയോങ് പറയാണ്, നിന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് നീ ഇവളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് യാവോനെയും കൊണ്ട് അങ്ങ് പോവുകയാണ്. സോ വാങ്ങാകെ ദേഷ്യപ്പെട്ടിട്ട് യാവോനെ തിരിച്ചാടാ എന്നൊക്കെ പറഞ്ഞ് ആർത്ത് വിളിക്കുകയാണ്. സോ ആ സമയത്ത് ഷിയോങ്ങരാണ്, നിനക്ക് യാവോനെ പറ്റിയോ സൂപ്പർ ഹ്യൂമൻ വേൾഡിനെ പറ്റിയോ ഒന്നും അറിയില്ല എന്ന്. സോ അവനവിടെ നിന്ന് ടെലിപ്പോർട്ടായി പോവുകയാണ്. സോ ഇവിടെ ചെന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ.